സോ നിങ്ങൾ കുറഞ്ഞ പ്രൈസിൽ കോമ്പാക്ട് സൈസ് ഉള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു. അതായത് ഏറ്റവും പവർഫുൾ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് ചിപ്സെറ്റ് ഉള്ള ഒരു കോമ്പാക്ട് ഫോൺ. എന്നാൽ ഈ ഒരു വീഡിയോ ഫുള്ള് കാണുക, കാരണം ഇതാണ് വൺപ്ലസിന്റെ പുതിയ പൂക്കി ഫോൺ. പ്രയോഗം തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, സോ ഇതാണ് വൺപ്ലസിന്റെ ലേറ്റസ്റ്റ് OnePlus 13S. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നൈസ് ഫോണാണ്, എന്നാൽ പെർഫെക്റ്റ് ഫോൺ അല്ല. ഇതിലും പ്ലസ് മൈനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ പൊതുവെ വൺപ്ലസിന്റെ ഫോൺസിന് കൂടെ വരാറുള്ള ആ ഒരു പ്രീമിയം പാക്കേജിംഗ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ബോക്സിൽ ഫോൺ ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള മാച്ചിങ് കളർ ഉള്ള കേസ്, ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി ചാർജിംഗ് കേബിൾ, ഡോക്യുമെന്റ്സ്. സോ ഇതാണ് ഗ്രീൻ കളർ ഓപ്ഷനിൽ വരുന്ന OnePlus 13S. മറ്റ് രണ്ട് കളർ ഓപ്ഷൻസ് ആണ് പിങ്ക് ആൻഡ് ഡാർക്ക് ഗ്രേ, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഓപ്ഷനാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കളർ. പ്രത്യേകിച്ചും ഈ ഒരു മാറ്റ് ഫിനിഷ് ഉണ്ടല്ലോ, എന്ത് അമേസിംഗ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ബാക്കിൽ മാത്രമല്ല, ചുറ്റുമുള്ള ഫ്രെയിം ആണെങ്കിൽ അവിടെ ആ സെയിം ഗ്രീൻ കളർ ഉണ്ട്. ഈവൻ ഈ ക്യാമറ മോഡ്യൂലും മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അവിടെയും ആ ഒരു ഗ്രീൻ മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഓബ്വിയസ്ലി ഗ്ലാസ് ബാക്കും മെറ്റൽ ഫ്രെയിമുമായാണ് വരുന്നത്. 185 ഗ്രാം ആണ് വെയിറ്റ്, 8.2 mm ആണ് തിക്നെസ്. സോ വെയിറ്റ് ആണെങ്കിലും തിക്നെസ് ആണെങ്കിലും പിന്നെ ഈ ഒരു കോമ്പാക്ട് ഫോം ഫാക്ടർ ആണെങ്കിലും കയ്യിൽ ഹോൾഡ് ചെയ്യാൻ രക്ഷയില്ല കേട്ടോ. ഭയങ്കര നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. പിന്നെ വൺപ്ലസ് പറഞ്ഞതനുസരിച്ച് അവർ ഈ ഒരു ഫോണിൽ 50-50 റേഷ്യോയിലാണ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത്. സോ ഞാൻ നമ്മുടെ താനോസ് പോലെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ യെസ്, നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഫ്ലാറ്റ് ഫ്രെയിം ആൻഡ് ബോക്സി ഡിസൈനിലാണ് വരുന്നത്. പക്ഷേ ഈ ഫ്രെയിമിന്റെ രണ്ട് സൈഡിലും ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം. രണ്ട് സൈഡിലും ചെറിയ കർവ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഫോണിന്റെ ടോപ്പിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. ഇതാണ് IR ബ്ലാസ്റ്റർ. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ ആൻഡ് വോളിയം റോക്കർ. ലെഫ്റ്റ് സൈഡിലാണ് ഒരു പുതിയ ബട്ടൺ, അതായത് RIP അലേർട്ട് സ്ലൈഡർ. സോ ഇതാണ് വൺപ്ലസിന്റെ പുതിയ പ്ലസ് കീ. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, താഴെ സിം ട്രേ ഉണ്ട്. യെസ്, ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. മൈക്ക് ഉണ്ട്, ടൈപ്പ് സി പോർട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കർ സ്ലോട്ട്. IP റേറ്റിംഗിനെ കുറിച്ച് വൺപ്ലസ് അങ്ങനെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. സോ IP68, 69 ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. കോസ്റ്റ് കട്ടിംഗ് ആവാം. സോ പറയാത്ത സ്ഥിതിക്ക് ഐ തിങ്ക് IP65 ഒഫീഷ്യൽ റേറ്റിംഗുമായിരിക്കും വരുന്നത്. സോ ഇതാണ് പുതിയ പ്ലസ് കീ. സോ അലേർട്ട് സ്ലൈഡർ കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് സൈലന്റ് മോഡ്, വൈബ്രേഷൻ മോഡ്, റിംഗർ മോഡ്, ആ സെയിം സംഭവം, അതായത് ഫോണിനെ മ്യൂട്ട് ആക്കുന്നത് അൺമ്യൂട്ട് ആക്കുന്ന പരിപാടി ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഐഫോണിലുള്ള ആക്ഷൻ ബട്ടൺ പോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ സെറ്റിംഗ്സ് പേജ്. കൊള്ളാം, നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്, ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ട്. യെസ്, ഇവിടെയും ഐഫോണിന്റെ ആക്ഷൻ ബട്ടന്റെ സെറ്റിംഗ്സിന്റെ ചെറിയൊരു ചായ കാച്ചിലുണ്ട്. ഇതാ കണ്ടില്ലേ, മൈൻഡ് സ്പേസ്, അതായത് വൺപ്ലസിന്റെ AI മൈൻഡ്, ഒരു പുതിയൊരു AI ഫീച്ചർ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സോഫ്റ്റ്വെയർ സെഗ്മെന്റിൽ പറഞ്ഞുതരാം. അവിടെ നമുക്ക് AI കുറിച്ച് സംസാരിക്കാം. സെക്കൻഡ് ആണ് നമ്മുടെ സൗണ്ടും വൈബ്രേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. ഡു നോട്ട് ഡിസ്റ്റർബ്, ക്യാമറ ഓപ്പൺ ചെയ്യാം, ടോർച്ച് ലൈറ്റ് കത്തിക്കാം, റിക്കോർഡർ സ്റ്റാർട്ട് ചെയ്യാം, ട്രാൻസ്ലേഷൻ, സ്ക്രീൻഷോട്ട്, അല്ലെങ്കിൽ നോ ആക്ഷൻ, ബ്ലാങ്ക് ആയിട്ട് വിടാം. ഒരു കാര്യം എടുത്തു പറയണം, അതായത് ഞാൻ ഐഫോണിൽ ഫസ്റ്റ് ടൈം ആക്ഷൻ ബട്ടൺ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഒരു ബട്ടൺ ആണെങ്കിൽ അതിൽ സിംഗിൾ പ്രസ്, ഡബിൾ പ്രസ് ആൻഡ് പ്രസ് ആൻഡ് ഹോൾഡ്, ഈ 3 കാര്യങ്ങൾക്ക് വേറെ വേറെ ഫംഗ്ഷൻസ് അസൈൻ ചെയ്യാൻ പറ്റണം. ഞാൻ വിചാരിച്ച അപ്ഡേറ്റിലൂടെ ആപ്പിൾ അത് ഐഫോണിൽ കൊണ്ടുവരുമെന്ന്, പക്ഷേ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. OnePlusനും ആ സെയിം സംഭവമാണ്. ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു AI സംഭവം ആക്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച ഫംഗ്ഷൻസ് ഉണ്ടല്ലോ അതിലേതെങ്കിലും ഒരു ഫംഗ്ഷൻ മാത്രമേ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ലാവാടെ ഒരു ഫോൺ ഉണ്ടായിരുന്നല്ലോ, അതിലുണ്ടായിരുന്നു 2-3 ഫംഗ്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ഐ തിങ്ക് OnePlus അപ്ഡേറ്റിലൂടെ തരുമായിരിക്കും. ഐ എം നോട്ട് ഷുവർ. 6.32 ഇഞ്ച് സൈസ് ഉള്ള 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന LTPO Pro XDR ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. സോ ഒരു LTPO ഡിസ്പ്ലേ ആയതുകൊണ്ട് ഈ ഒരു ഡിസ്പ്ലേക്ക് 1 Hz to 120 Hz വരെ റിഫ്രഷ് ചെയ്യാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ്, നല്ല ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. അതായത് ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് കണ്ടോ, വെരി വെരി സ്ലിം ആൻഡ് യൂണിഫോം ബെസൽസ് ആണ്. നല്ല കളേഴ്സ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ HDR ആൻഡ് ഡോൾബി വിഷൻ രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഡിസ്പ്ലേ സൈസ് ചെറുതാണെങ്കിലും നല്ല വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പ്രീ അപ്ലൈഡ് സ്ക്രീൻ പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഇസ് നൈസ്. 1600 നിറ്റ്സിന്റെ ആണ് HBM ബ്രൈറ്റ്നസ്. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ പക്കയാണ്, നോ ഇഷ്യൂസ്. എല്ലാം ക്ലിയർലി വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. 2160 ഹെർട്സിന്റെ ആ ഒരു ഫ്ലിക്കറിംഗ് കുറയ്ക്കുന്ന PWM ഡിമ്മിംഗ് കൊടുത്തിട്ടുണ്ട്. Aqua Touch 2.0 ഫീച്ചർ ഉണ്ട്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും, നിങ്ങളുടെ സ്ക്രീനിന്റെ മുകളിൽ എന്തെങ്കിലും വെള്ളമോ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കയ്യിൽ വെള്ളം അല്ലെങ്കിൽ എണ്ണമയം എന്തെങ്കിലും ഉണ്ടെങ്കിലും ടച്ച് ഒക്കെ നല്ല രീതിയിൽ തന്നെ അത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. വളരെ നല്ലോണം ട്യൂൺ ചെയ്തിരിക്കുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ലൗഡ് സൗണ്ട് അല്ല, അതായത് അൾട്രാ ഫോൺസിൽ കിട്ടുന്ന അല്ലെങ്കിൽ പ്രോ മാക്സ് ഫോൺസിൽ കിട്ടുന്ന തരത്തിലുള്ള ഭയങ്കര ലൗഡ് സൗണ്ട് അല്ല, കാരണം ഫോണിന്റെ സൈസ് ചെറുതാണല്ലോ. പക്ഷേ ട്യൂണിങ് നല്ലോണം ചെയ്തിട്ടുണ്ട്, നല്ല ബേസും ട്രബിൾ ഒക്കെ ഉണ്ട്. സോ വെരി ഗുഡ് സ്പീക്കർ പെർഫോമൻസ്. സോ ദി മോസ്റ്റ് പവർഫുൾ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് ചിപ്സെറ്റുമായാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ LPDDR5X റാം ആൻഡ് UFS 4.0 സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. 12GB 256GB ആൻഡ് 12GB 512GB ആണ് 2 റാം സ്റ്റോറേജ് വേരിയൻസ്. സോ ഇത്ര
ഇത്രയും പവർഫുൾ ചിപ്സെറ്റും നല്ല ഫാസ്റ്റ് റാം ആൻഡ് സ്റ്റോറേജ് ഒക്കെ ഉള്ളതുകൊണ്ട് 2.5 മില്യന്റെ മേലുള്ള AnTuTu സ്കോർ ആണ് കിട്ടുന്നത്. എക്സലന്റ് AnTuTu സ്കോർ ആണ് തീർച്ചയായിട്ടും. ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അവിടെയും 75% ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. ദാറ്റ് ഇസ് നൈസ് ഫോർ എ വെരി പവർഫുൾ ഫോൺ. പ്രത്യേകിച്ചും ഫോണിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഈ ഫോണിൽ കിട്ടുന്ന ഗെയിമിംഗ് പെർഫോമൻസ് is very nice. അതായത് നോർമലി കോമ്പാക്ട് ഫോൺസ്, ചെറിയ സൈസുള്ള ഫോൺസിൽ നമ്മൾ അത്രയും ഗെയിമിംഗ് പെർഫോമൻസ് പ്രതീക്ഷിക്കാറില്ല, കാരണം ബ്രാൻഡുകൾ അത് അങ്ങനെയല്ല ഓപ്റ്റിമൈസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഓപ്റ്റിമൈസേഷൻ ഇസ് വെരി ഗുഡ്. BGMI ഔട്ട് ഓഫ് ദ ബോക്സ് 90 FPS ആണ് വരുന്നത്. ഇതിന്റെ ഗെയിം ബാർ ഉണ്ടല്ലോ, ആ ഗെയിം ബാറിലുള്ള പെർഫോമൻസ് ബൂസ്റ്റ് എന്ന ഫീച്ചർ യൂസ് ചെയ്ത് നമുക്ക് അത് പുഷ് ചെയ്ത് 120 FPS ആക്കാൻ പറ്റും. സോ അത് ആക്ച്വൽ അല്ലെങ്കിൽ റിയലിസ്റ്റിക് 120 FPS അല്ല, ഇടയ്ക്ക് ഫ്രെയിംസ് കയറ്റുന്നുണ്ട്. പക്ഷെ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഞാൻ ആക്ച്വലി FPS മീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പലരും കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്, ബ്രോ ഈ TDM മാത്രം കളിച്ചാൽ പോരാ, ക്ലാസിക് ഇറാങ്കിളൊക്കെ കളിക്കണം. ഞാൻ എല്ലാം കളിച്ചതിന് ശേഷമാണ് റിസൾട്ട് പറയുന്നത്. പക്ഷേ ഇറാങ്കിളുടെ ഒക്കെ നമ്മൾ ബി-റോൾ ഇട്ടാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും, കാരണം ഫൈറ്റ് ഇടയ്ക്കിടയ്ക്കല്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ബി-റോൾ ഇടുമ്പോൾ TDMന്റെ ഒക്കെ ബി-റോൾ ആണ് ഇടുന്നത്. പക്ഷേ ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കോൺസ്റ്റന്റ് 120 FPS ആണ് കിട്ടിയത്. ഞാൻ മൾട്ടിപ്പിൾ ക്ലാസിക് ഗെയിംസ് കളിച്ച് നോക്കിയിരുന്നു, ഞാൻ ഷെയർ ചെയ്യാം അതിന്റെ സ്ക്രീൻഷോട്ട്. ആവറേജ് FPS തന്നെ 119 and 120 FPS ആണ്. സോ BGMI ഒന്നും നോക്കണ്ട, പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Elite ചിപ്സെറ്റ് ആണ്, ഹാൻഡിൽ ചെയ്തില്ലെങ്കിലേ ഉള്ളൂ. യെസ്, കുറച്ച് അധികം നേരം കളിക്കുമ്പോൾ ചെറിയൊരു വാംത്ത് ഇവിടെ ഫീൽ ആവും. അത് ഈ ഫോണിൽ മാത്രമല്ല, മിക്ക എല്ലാ ഫോണിലും അത് വരും. ഓക്കെ, പക്ഷേ ഓവർ റേറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. BGMI വെരി സ്മൂത്ത് ഓൺ OnePlus 13s. ഞാൻ ഗെൻഷിൻ ഇമ്പാക്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അവിടെയും അറിയാലോ 60 FPS നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അവിടെയും കോൺസ്റ്റന്റ് 60 FPS ആയിരുന്നു. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടിയത്, യാതൊരു ഫ്രെയിം ഡ്രോസും കാര്യങ്ങളൊന്നുമില്ല. കോൾ ഓഫ് ഡ്യൂട്ടിയിലും 120 FPS അൺലോക്ഡ് ആണ്, അവിടെയും 119 120 FPS ആണ് ആവറേജ് കിട്ടുന്നത്. പിന്നെ ഹീറ്റിംഗ് കാര്യങ്ങളെ കുറയ്ക്കാൻ വേണ്ടി 3D ക്രയോ വെലോസിറ്റി വേപ്പർ ചേമ്പർ കൂളിംഗ് സംവിധാനമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഓക്സിജൻ OS ബേസ്ഡ് ഓൺ Android 15 ആണ് വരുന്നത്. OnePlus ഈ ഫോണിന്റെ കൂടെ 4 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റിന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി മൾട്ടിപ്പിൾ വീഡിയോസിൽ OnePlusന്റെ ഓക്സിജൻ OSനെ പുകഴ്ത്തിയിട്ടുണ്ട്. സോ ഞാൻ വീണ്ടും പുകഴ്ത്താൻ പോവാണ്. അതായത് എക്സലന്റ് പെർഫോമൻസ് ആണ്. ഐ തിങ്ക് ആനിമേഷൻസ് നോക്കുകയാണെങ്കിൽ ഈവൻ iOS ആൻഡ് One UI വെല്ലുന്ന തരത്തിലുള്ള ആനിമേഷൻസ് ആണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഞാൻ ആക്ച്വലി കുറച്ച് ദിവസമായിട്ട് കുറച്ച് കാലമായിട്ട് നമ്മുടെ OnePlus 13 ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം വെരി ഹാപ്പി. ഐ എം വെരി ഹാപ്പി വിത്ത് ദ സോഫ്റ്റ്വെയർ പെർഫോമൻസ്. ഈ 13Sലും അതേ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. യാതൊരു തരത്തിലുള്ള ബഗ്സും ലാഗും ഗ്ലിച്ചും സ്റ്റട്ടറും ഒന്നുമില്ല. പിന്നെ ബ്ലോട്ട്വെയർസ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും തന്നിട്ടില്ല. ഈ ഫേസ്ബുക്ക് ഒക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ആപ്പിക്സ് എന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, അതായത് കളർ വോയിസിൽ നിന്ന് വന്നാന്ന് തോന്നുന്നു, ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് OnePlusന്റെ ആ ഒരു പുതിയ AI ഫീച്ചർ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് സംസാരിക്കാം. അതായത് ഈ ഒരു പ്ലസ് കീ വെച്ച് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു AI ഫീച്ചർ, അതിൻ്റെ പേരാണ് AI Plus Mind. എന്നാൽ ഈ സെയിം സംഭവം നമ്മൾ ഓൾറെഡി നത്തിങ് ആൻഡ് മോട്ടറോള ഫോൺസിൽ കണ്ടിട്ടുണ്ട്. അറിയാലോ ആ ഒരു സംഭവം, മെമ്മറി ആയിട്ട് സേവ് ചെയ്ത് വെക്കുന്ന സംഭവം. പക്ഷേ ഇവിടെ ഇംപ്ലിമെന്റേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് കാണാൻ കുറച്ചും കൂടി രസമുണ്ട്. ആ ആനിമേഷൻസ് കണ്ടോ? ഈ ആനിമേഷൻസ് നിങ്ങൾ എവിടെയോ കണ്ടിട്ടില്ലേ? നമ്മുടെ ഐഫോണിലുള്ള സിരിയുടെ ആനിമേഷൻ ഉണ്ടല്ലോ, പുതിയ ആനിമേഷൻ, സെയിം വളരെ സിമിലർ ആനിമേഷനാണ് വന്നിരിക്കുന്നത്. സോ iOS നിന്ന് പല കാര്യങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ബട്ട് എനിവേ ഇറ്റ്സ് ഓക്കെ, ഐ ഡോണ്ട് മൈൻഡ്. ആ മൈൻഡ് സ്പേസ് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതായത് ഈ മെമ്മറീസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ, അതിൻ്റെ ഇൻ്റർഫേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കണ്ടെന്ന് വിചാരിച്ചു, അത് നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് ആ മൈൻഡ് സ്പേസിൽ സേവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിലുള്ള AI അത് ഓട്ടോമാറ്റിക്കലി ഇതാ കണ്ടില്ല അനലൈസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയ സമ്മറി ആയിട്ട് ആ ഒരു മൈൻഡ് സ്പേസ് ആപ്ലിക്കേഷൻ തന്നെ എഴുതി വെക്കും. ഇത് സ്ക്രീൻഷോട്ടിൽ മാത്രമല്ല, ഈവൻ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഓബ്ജക്റ്റിന്റെ മെമ്മറി നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതും ആ ഒരു AI അനലൈസ് ചെയ്യും. ഡെസ്ക്ടോപ്പിൽ ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ മൈൻഡ് സ്പേസ് സംഭവം ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ ഇവിടെ കണ്ടില്ലേ സെഗ്മെന്റ് ആക്കി വെച്ചിട്ടുണ്ട്. സോ ക്രോമിൽ ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്, ക്യാമറയിൽ, പിന്നെ ഗൂഗിളിൽ, അതുപോലെ തന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഫ്ലിപ്കാർട്ട്, ആമസോണിൽ എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ സെഗ്മെന്റ് ആയിട്ട് കാണിച്ചു തരും. ദാറ്റ് ഈസ് ഓൾസോ വെരി നൈസ്. ഏതെങ്കിലും ഈവന്റിന്റെ ഫോട്ടോ ആണെങ്കിൽ, അതായത് ആ ഫോട്ടോന്റെ മുകളിൽ ഡേറ്റും ടൈമൊക്കെ ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോംപ്റ്റ് എന്താ ഇങ്ങനെ കാണിക്കും. ഇത് ഫോട്ടോയിൽ മാത്രമല്ല, ഇമെയിലും ആൻഡ് ഈവൻ വാട്സാപ്പിലും. ഇതാ കണ്ടില്ലേ, നമ്മൾ ആരോടെങ്കിലും മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നാളെ ഡിന്നറിന് പോകണം, അങ്ങനെ എന്തെങ്കിലും സംഭവം ടെക്സ്റ്റിലുണ്ടെങ്കിൽ അതും അനലൈസ് ചെയ്തിട്ട് അതിന് വേണ്ടിയുള്ള പ്രോംപ്റ്റ് ഇതാ ഇങ്ങനെ കാണിച്ചു തരും. പിന്നെ OnePlus 13 ഇന്റലിജന്റ് സെർച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, AI ഓപ്ഷൻ. അതിപ്പോൾ ഇവിടെ AI സെർച്ച് ആയിട്ടുണ്ട്. ബേസിക്കലി നമുക്ക് AI ഉപയോഗിച്ച് ഈ ഒരു ഫോണിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഡോക്യുമെന്റിന്റെ അകത്ത് എന്തെങ്കിലും ചെറിയ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കാണിക്കും. അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ, മൈൻഡ് സ്പേസിൽ കയറിയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സൈഡ് ബാറിൽ ഇവിടെ ആയിട്ട് കണ്ടില്ലേ AI വോയിസ് സ്ക്രൈബ് എന്ന ഫീച്ചർ ഉണ്ട്. ബേസിക്കലി അറിയാലോ, നമ്മൾ ഓൾറെഡി പല ഫോൺസിൽ കണ്ടതാണ്. നമ്മുടെ വോയിസ് ടെക്സ്റ്റിലേക്ക് മാറ്റും, അതിന്റെ സമ്മറി എഴുതി തരും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സർക്കിൾ ടു സെർച്ച് ആണെങ്കിലും ജെമിനി ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിന്റെ ബാറ്ററിയെ കുറിച്ചുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ട്വിറ്ററിൽ കടന്നിങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. 3000 mAh ബാറ്ററി, 2900 mAh ബാറ്ററി, 3500 mAh ബാറ്ററി പറഞ്ഞിട്ട് ഭയങ്കര സംഭവമായിരുന്നു. ഓക്കെ, എനിവേ അങ്ങനെ ഒന്നുമല്ല. 5850 mAh ഒരു വലിയ ബാറ്ററി തന്നെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ,
ഏറ്റവും കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്ന ഒരു കോമ്പനന്റ് ഇതിന്റെ ഡിസ്പ്ലേ ആണ്. സോ ഡിസ്പ്ലേ ചെറുതായതുകൊണ്ട് ബാറ്ററി കൺസംഷൻ ചെറുതായിരിക്കും. വളരെ നല്ല ബാറ്ററി ബാക്കപ്പ് ആണ് ഈ ഒരു ഫോൺ തരുന്നത്. അതായത് നമ്മൾ പൊതുവെ ഒരു കോമ്പാക്ട് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ബാറ്ററി ബാക്കപ്പ് ഉണ്ടല്ലോ, അതിനേക്കാളും മച്ച് ബെറ്റർ ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, റിസൾട്ട് ഞാൻ ഷെയർ ചെയ്യാം. പ്ലസ് ബോക്സിൽ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ബൈപ്പാസ് ചാർജിങ്ങിന് വേണ്ടിയുള്ള സപ്പോർട്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യുന്നുണ്ട്, ഗെയിംസും കാര്യങ്ങളെ കളിക്കാൻ പറ്റും. വയർലെസ് ചാർജിങ്ങിന് വേണ്ടിയുള്ള സപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടില്ല. കോമ്പാക്ട് ഫോൺ ആയതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഐഫോണിന്റെ കോമ്പാക്റ്റിലും സാംസങ്ങിന്റെ, അതായത് ഐഫോൺ 16, സാംസങ് S25 വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. പക്ഷേ അതിൽ ഇത്ര വലിയ ബാറ്ററി ഇല്ല. പിന്നെ ഫോണിന്റെ പ്രൈസും കുറവാണ്. സോ എവിടെയെങ്കിലൊക്കെ കോസ്റ്റ് കട്ടിങ് ചെയ്യണമല്ലോ. ദാറ്റ് ഈസ് ഫൈൻ. ഐ തിങ്ക് 50 മെഗാ പിക്സൽ പ്ലസ് 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. സോ ഇതിന്റെ ക്യാമറ ഹാർഡ്വെയറിനെ കുറിച്ച് ഞാൻ പറയാം. ബേസിക്കലി മെയിൻ ക്യാമറ ആൻഡ് ഐ തിങ്ക് ടെലിഫോട്ടോയും OnePlus 13R സെയിം സെറ്റപ്പ് ആണ് തന്നിരിക്കുന്നത്. സോ ഇതിൽ അൾട്രാവൈഡ് ക്യാമറ വരുന്നില്ല. സോ അൾട്രാവൈഡ് ഇല്ല, ടെലിഫോട്ടോ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ടെലിഫോട്ടോ കുറച്ചും കൂടി ബെറ്റർ കൊടുക്കാമായിരുന്നു. ഒരു 3x ടെലിഫോട്ടോ എങ്കിലും കൊടുക്കാമായിരുന്നു ഈസിലി. സോ തന്നിരിക്കുന്ന 2xന്റെ കൂടെ ഒരു 4x കൂടെ തന്നിരുന്നെങ്കിൽ, അതായത് ആ ഒരു ക്ലോസ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി. സോ അങ്ങനത്തെ സംഭവം ഒന്നും വരുന്നില്ല. ഒറ്റ പോർട്രേറ്റ് സൂം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതാണ്ടില്ലേ, നേരെ നമ്മൾ ആ പോർട്രേറ്റ് മോഡ് എടുക്കുമ്പോൾ നേരെ 2xലേക്കാണ് സൂം ആവുന്നത്. സോ ഈ ഫോണിന്റെ പ്രൈസ് ഇതുവരെ OnePlus റിവീൽ ചെയ്തിട്ടില്ല. ഐ തിങ്ക് ഓഫറൊക്കെ ചേർത്ത് ഒരു 50,000 റുപ്പീസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ലോഞ്ച് പ്രൈസ് ഒരു പക്ഷേ 55, ഓഫർ അറിയാലോ എങ്ങനെയാണ് വരുന്നത്. ഓഫറൊക്കെ ഐ തിങ്ക് 50,000 റുപ്പീസ് ആയിരിക്കും ഓഫർ പ്രൈസ്. ആ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡീസെന്റ് ക്യാമറ പെർഫോമൻസ് ആണ്. സോ നിങ്ങളൊരു ഭയങ്കര ക്യാമറ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ, അതായത് സ്മാർട്ട് ഫോൺ ക്യാമറ കൊണ്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ആവറേജ് ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഫോട്ടോ കണ്ടില്ലേ, എൻ്റെ താടി മൊത്തം കറുപ്പിച്ച് എന്തോ ആക്കി വെച്ചിട്ടുണ്ട്. സെയിം ഈ ഫോട്ടോ കണ്ടോ. എന്നാൽ ഈ ഒരു ഫോട്ടോയിൽ നല്ല ഔട്ട്പുട്ട് ആണ് കിട്ടിയിരിക്കുന്നത്. സോ നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് വരുന്നുണ്ട്, കളേഴ്സും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. എന്നാൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആവറേജ് ഫോട്ടോസ് ആണ് തരുന്നത്. സോ എല്ലാം ഫോട്ടോസും ആവറേജ് അല്ല, പക്ഷേ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടുന്നില്ല. ഞാൻ കുറേ ഫോട്ടോ സാമ്പിൾസ് ഒക്കെ എടുത്തിരുന്നു, ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. പോർട്രേറ്റ് ഫോട്ടോസിലൂടെ സ്കിൻ ടോൺ ആണെങ്കിലും കട്ടൗട്ട് ആണെങ്കിലും ബ്ലർ ആണെങ്കിലും കുറച്ചും കൂടി നാച്ചുറൽ ആവാനുണ്ട്. അതായത് അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ ക്യാമറ. സെൽഫി ഫോട്ടോസ് ഓക്കെ ആണ്, വലിയ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. മെയിൻ ക്യാമറ വെച്ച് നമുക്ക് മാക്സിമം 4K 60 FPS സ്റ്റേബിൾ വീഡിയോസ് എടുക്കാൻ പറ്റും. ഡീസെന്റ് വീഡിയോ ക്വാളിറ്റി ആണ്. എന്നാൽ ഞാൻ ഫോട്ടോഗ്രാഫി സെഗ്മെന്റിൽ പറഞ്ഞ പോലെ ഇവിടെയും സെയിം പറയേണ്ടിയിരിക്കുന്നു. അപ്ഡേറ്റിലൂടെ കുറച്ചും കൂടി ബെറ്റർ ആക്കാം വീഡിയോ പെർഫോമൻസ്. സെൽഫി ക്യാമറ വെച്ച് നമുക്ക് സ്റ്റേബിൾ 4K 60 FPS വീഡിയോസ് എടുക്കാൻ പറ്റും. ഈ പ്രൈസിൽ നിങ്ങൾക്ക് ക്യാമറ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ എൻ്റെ സജഷൻ ആയിരിക്കും ഒന്നെങ്കിൽ വിവോയുടെ X200 ഫോൺ, അതായത് X സീരീസ് ഉണ്ടല്ലോ, അത് കിട്ടുന്നുണ്ടെങ്കിൽ, പഴയ X Pro കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുക്കാം. അല്ലെങ്കിൽ ഓപ്പോയുടെ Find X8 ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്യാം. ഈ രണ്ട് ഫോൺസിൽ വളരെ നല്ല ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഷവോമിയുടെ ഫോൺസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം. പക്ഷേ എല്ലാവർക്കും ക്യാമറ മെയിൻ ആവണമെന്നില്ല. നിങ്ങൾക്ക് ഓക്കെ ഡീസെന്റ് ക്യാമറ പെർഫോമൻസ് മതിയെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഫോണിൽ കിട്ടും. ക്യാമറ ബേസ്ഡ് AI ഫീച്ചർ നോക്കുകയാണെങ്കിൽ നോർമലി OnePlus ഫോണിൽ വരുന്ന ക്യാമറ ബേസ്ഡ് AI ഫീച്ചേഴ്സ് എല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു AI റീകമ്പോസിന്റെ ഫീച്ചർ ഉണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് ക്രോപ്പ് ചെയ്ത് കുറച്ച് റൊട്ടേറ്റ് ചെയ്ത് ബെസ്റ്റ് കോമ്പോസിഷനിൽ വെക്കുക, അതായത് ബെസ്റ്റ് ഫ്രെയിമിംഗിൽ വെച്ചിട്ട് അത് നമുക്ക് ഒരു ഔട്ട്പുട്ട് തരും. IR ബ്ലാസ്റ്റർ ഉണ്ട്. സോ നിങ്ങൾക്ക് വീട്ടിലുള്ള TV AC കൺട്രോൾ ചെയ്യാൻ പറ്റും. 13 5G ബാൻഡ്സ് ഉണ്ട്. 5G പെർഫോമൻസ് ഒക്കെ പക്കയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസിലൊന്നും പ്രശ്നമേ വരാറില്ല ഈ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ. ഇവിടെയും പക്കയാണ്. പിന്നെ നമ്മൾ നോർമലി ഒരു OnePlus ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നല്ല ഹാപ്റ്റിക്സ് ഉണ്ടല്ലോ, സെയിം നല്ല ഹാപ്റ്റിക്സ് ഇവിടെയും കിട്ടുന്നുണ്ട്. ഓക്കെ, വളരെ നല്ല പ്രീമിയം ഫീലാണ് കിട്ടുന്നത്. ടൈപ്പ് ചെയ്യുമ്പോഴും ബാക്കി എല്ലായിടത്തും OnePlus വളരെ നല്ലോണം അത് ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. NFC-ക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ USB ടൈപ്പ് USB 2.0 ആണ്. സോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ അതേ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. സോ നിങ്ങൾ ഈ പ്രൈസ് പോയിന്റിൽ, അതായത് 55,000-50,000 രൂപയുടെ പ്രൈസ് പോയിന്റിൽ ഒരു കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ഫോൺ വാങ്ങാൻ നോക്കിയിരിക്കുകയായിരുന്നു. അതായത് കോമ്പാക്ട് ആണെങ്കിലും ബാറ്ററി ബാക്കപ്പിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട കിടിലൻ ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ്, നല്ല ഡിസ്പ്ലേ, ഫാസ്റ്റ് ചാർജിങ്, നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, ഓക്കെ ഡീസെന്റ് ക്യാമറ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ഫോൺ നോക്കിയിരിക്കുകയായിരുന്നെങ്കിൽ പ്ലീസ് ചെക്ക് ഔട്ട് OnePlus 13s. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് signing off. Bye bye.